നമസ്കാരം. ഗൗരിയുടെ അടുക്കളയിലെ ഇന്നത്തെ പാചക വിഭവം മസാല കടലയാണ്. അതിൻ്റെ ആദ്യത്തെ നടപടി എന്ന വണ്ണം മാവ് അരച്ചെടുക്കലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന സാധനം ഉഴുന്ന് ആണ്. അത് 2 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചതാണ്. ഇത് നന്നായി അരച്ചെടുത്തതിന് ശേഷം അടുത്ത പരിപാടികളിലേക്ക് പോകാം. വേണ്ടത് നിലക്കടല. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ കടലയാണ്. അതിനുവേണ്ടി ഒരു 150 ഗ്രാം വെളുത്തുള്ളി അരകല്ലിൽ വെച്ച് ചെറുതായി ചതച്ചതാണ് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടത്. ഒത്തിരി ചതയുകയോ അരയുകയോ ചെയ്യാൻ പാടില്ല. അടുത്തതെന്ന് പറയുന്നത് അതോടൊപ്പം നമ്മൾ അരച്ചു വെച്ച മാവാണ്. ഈ മാവ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഉഴുന്ന മാവ് നന്നായിട്ട് അരഞ്ഞാണിത്. ഇതോടൊപ്പം ലേശം മൈദ, അല്പം കടലമാവ് എന്നിവയും ചേർത്താണ് നമ്മളിത് കുഴച്ച് വയ്ക്കാനായിക്കൊണ്ട് പോകുന്നത്. മൈദ വളരെ കുറച്ച് മതിയാകും. ഒരു കവറിങ്ങിന് വേണ്ടി മാത്രമാണ് മൈദ ഉപയോഗിക്കുന്നത്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഒത്തിരി പൊടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു 2-4 സ്പൂൺ മൈദ മാത്രം ഇതിനോടൊപ്പം ചേർത്താൽ മതിയാകും. അതുപോലെ തന്നെ അല്പം കട്ടിയായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് കടലമാവ് ചേർക്കുന്നത്. അതേപോലെ തന്നെ ഒരു 50 ഗ്രാം അടുത്ത് മതിയാകും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വെള്ളത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഇത് കുഴയ്ക്കുന്നതിന് അത്യാവശ്യം ആകുന്നില്ല എങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് പോലുള്ള സാധനങ്ങൾ ഇപ്പോൾ ചേർക്കേണ്ടതില്ല. ഒന്ന് യോജിച്ച് വരുന്നതിന് വേണ്ടി കൊണ്ട് മാറ്റി വയ്ക്കാം. നമ്മളിത് കുഴച്ച് വച്ചിട്ട് ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. ഇതിന് എണ്ണ അധികം ചൂടാവരുത്. ചൂടായി കഴിഞ്ഞാൽ ഇത് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് വരും, പെട്ടെന്ന് തന്നെ മൂത്ത് പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വേണം നമ്മിത് എണ്ണയ്ക്കകത്തേക്ക് ഇടാനായിട്ട്. അപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് അടർത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പണി വരും. ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഇടുക. ഇപ്പോൾ തന്നെ ഇച്ചിരി മൂപ്പ് ഓടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എണ്ണ കുറച്ചേ വയ്ക്കാവുള്ളൂ ചട്ടിക്ക്, അത് പ്രത്യേകം ഓർത്തോളൂ. ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഇപ്രകാരം കുത്തി വേർപെടുത്തുക എന്നുള്ളതാണ്. തീ ഇപ്പം കുറച്ച് കിട്ടണം. ഇനി തീ കൂടാൻ പാടില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ തീ കൂട്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്ത് ചെയ്യണം, മാറി 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 ഓരോ കടലയായിട്ട് നമുക്ക് മാറി കിട്ടും. കുഴപ്പമില്ല, വേറെ വലിയ പ്രശ്നം ഉണ്ടായില്ല. എണ്ണ ഈ കടല മൂടി കിടക്കാമെന്ന്. അതുപോലെ ചട്ടിയിൽ നമുക്ക് എളുപ്പത്തിൽ ഇളക്കി മാറ്റാവുന്ന വിധത്തിൽ വേണം ഇടാനായിട്ട്. അതുകൊണ്ട് എണ്ണ കുറച്ചേ വയ്ക്കാവൂ. ഇനി ഇതിവിടെ കിടന്ന് മൂക്കട്ടെ.
ഇതുപോലെ നമുക്ക് ഓരോ കടലയും നമുക്ക് മാറി കിട്ടും. അതല്ല എങ്കിൽ ഇതൊരു കട്ടയായിട്ടിരിക്കത് നമുക്ക് പിന്നീട് അടത്തിയെടുക്കാനാണ് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആ തീ കുറച്ചിടാനായിട്ട് പറഞ്ഞത്. ഇപ്പം മിക്കവാറും കടല ഒക്കെ തന്നെയും കട്ട കെട്ടാതെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് വെളുത്തുള്ളി ഇടുമ്പം ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചുകൊള്ളണം. ഒരു കാരണവശാലും വെളുത്തുള്ളി പൊട്ടാതെ വരരുത്. ചതയ്ക്കാതെ വെളുത്തുള്ളി വരുന്ന പക്ഷം ഇത് എണ്ണയിൽ കിടന്ന് പൊട്ടും. അത് ചിലപ്പോൾ നമ്മുടെ മേത്തേക്കൊക്കെ എണ്ണ തെറിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകം അതുകൊണ്ട് ഓരോ ഉള്ളിയും പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തിക്കൊള്ളണം കേട്ടോ. കോട്ടയം ജില്ലക്കാർക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ സാധനം. സാധാരണ ഉത്സവ പറമ്പുകളിലേക്കാണ് ഇത് കിട്ടുക. അപൂർവം ചില ബസ് സ്റ്റാൻഡുകളിലും ഇതിൻ്റെ കച്ചവടക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. കോരേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമുക്ക് തീ അങ്ങ് കുറച്ചിടാം. തീ കുറച്ചിട്ടിട്ട് വേണം കോരാനായിട്ട്, അല്ലെങ്കിൽ അത് കൂടുതൽ കരിയാൻ സാധ്യതയുണ്ട്. കരിയെല്ലാം മൂത്ത് പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു നിറം ഇനി ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, 1-2 അടുത്ത തൊലി ഒന്ന് പൊളിച്ച് നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് 2 വായിട്ട് ചവച്ച് നോക്കുന്നതാണ്, തിന്ന് നോക്കുന്നതാണ് നമുക്കതിൻ്റെ കൃത്യം മൂപ്പ് അറിയാൻ പറ്റുക. ഇതിപ്പോൾ ഏതാണ്ട് കൃത്യമായ ഒരു മൂപ്പാണ് വന്നിരിക്കുന്നത്. ഇത് കൂടുതൽ കളർ വരരുത്. നമുക്ക് ഇത് കോരി സ്ഥിതിക്ക് അടുത്ത ട്രിപ്പ് നമുക്കില്ല. മതി, ഇത്രയും മതി. ആദ്യം കാണിച്ചതുപോലെ തന്നെ നമുക്കിത് നന്നായിട്ട് കുത്തി അടർത്തി ഓരോന്നായിട്ട് മാറ്റിയിടാം. കടല നമ്മൾ ഏതാണ്ട് വറുത്ത് പൂർണ്ണമായിട്ടും കോരി കഴിഞ്ഞു. ഇതിന് ഉപ്പ് പോലെയുള്ളതായ ഇതിൽ ചേർക്കേണ്ട മസാല സാധനങ്ങൾ നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടു. അടുത്തതായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അധികം വേണ്ട, നല്ല എരിവുള്ളത്. കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടി വരുമായിരിക്കും. സാധാരണ മുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ അടുത്തത് വേണ്ടത് ഗരം മസാല പൊടിച്ചതാണ്. ഒരു 1.5 സ്പൂണ് ഇതിവിടെ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്കിനി ഇത് ഇളക്കി യോജിപ്പിച്ചാൽ മസാലക്കടല തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ പ്രിയങ്കരമായിട്ടുള്ളതും ഒപ്പം തന്നെ സ്വാദിഷ്ടവുമായ ഈ ഒരു വിഭവം നിസ്സാര സമയം കൊണ്ട്, ഏതാണ്ട് എല്ലാം കൂടി 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ഇത് തയ്യാറാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഇഷ്ടപ്പെടും. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് അടുത്ത ഒരു പ്രോഗ്രാം ആയിക്കൊണ്ട് നമുക്ക് കാണാം. നമസ്കാരം.